മൂന്ന് രൂപമാണ് ഹജ്ജിൻ്റെത്. ഒന്ന് ഇഫ്രാദ്, മറ്റൊന്ന് ഖിറാൻ, മൂന്നാമത്തത് തമത്തു. തമത്തുഇന്റെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉംറയ്ക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുകയും അവിടെ ചെന്നതിന് ശേഷം ഉംറ കഴിഞ്ഞിട്ട് ഹജ്ജിൻ്റെ ദിവസം വരെ സാധാരണ ജീവിതം നയിക്കുകയും ചെയ്യുന്ന നമ്മളൊക്കെ ചെയ്യുന്ന ഹജ്ജിൻ്റെ പേരാണ് തമത്തുഇന്റെ ഹജ്ജ് എന്ന് പറയുന്നത്. ബാക്കി ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് മാത്രം ഇഹ്റാമിൽ പ്രവേശിക്കുക, ഖിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറയ്ക്കും ഒരുമിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് ഇടയ്ക്ക് വിടവില്ലാതെ ഒരുമിച്ച് ചെയ്യുക. ഇങ്ങനെ 2-3 ശൈലിയുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഹജ്ജ് ഒരു ഹജ്ജാണ് അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ പോയതിന് ശേഷം 4 ഉംറയും ഒരു ഹജ്ജുമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. 4 ഉംറ ചെയ്തിട്ടുണ്ട്, ഒരു ഹജ്ജും ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഹജ്ജിന് പോയപ്പോൾ പ്രവാചകൻ ചെയ്ത് കാണിച്ചു തന്ന ഹജ്ജ് തമത്തുഇന്റെ ഹജ്ജാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله على الناس حج البيت من استطاع إليه سبيلا. പ്രിയങ്കരനായ അധ്യക്ഷൻ നിസാർ സാഹിബ്, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് പരിശുദ്ധ ഭൂമിയിലേക്ക് പോകുവാൻ അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുന്ന ഏറെ പ്രിയമുള്ള അള്ളാഹുവിൻ്റെ അതിഥികളായ സഹോദരന്മാരെ, സഹോദരികളെ, അവർക്ക് ഊർജം പകർന്നുകൊണ്ട് അവരോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് സഹോദരീ സഹോദരന്മാരെ, ഇതൊരു സൗഭാഗ്യസമ്പൂർണമായ സദസ്സാണ്. 2 കാരണങ്ങൾ. ഒന്ന്, അള്ളാഹുവിൻ്റെ ഭവനം, അതിലാണ് ഇരിക്കുന്നത്. സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള സ്ഥലം പള്ളിയാണ്. രണ്ടാമത്തത്, ഈ ഇരിക്കുന്നവരിൽ ബഹുഭൂരിഭാഗവും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാണ്. അതാണ് രണ്ടാമത്തെ ശ്രേഷ്ഠത എന്ന് ഞാൻ പറഞ്ഞത്. ഈ 2 ശ്രേഷ്ഠതയും ഉൾക്കൊള്ളാൻ ജഗന്യന്താവായ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഹജ്ജിൻ്റെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ആദ്യം മുതൽ അവസാനം വരെ പ്രിയങ്കരനായ പണ്ഡിതൻ അനസ് മൗലവി ഇവിടെ എത്തിച്ചേരുന്നതോടുകൂടി ആരംഭിക്കും. അതുവരെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഇതിലൊന്ന്, നേരത്തെ ഉദ്ഘാടകൻ നൂർഷാ സാഹിബ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ച, മിക്കവാറും എല്ലാവരുടെയും മനസ്സിലുള്ള ഒരാശങ്ക, ഒരു പ്രയാസം, അത് പ്രൈവറ്റ് ഹജ്ജിന് പോകാൻ ഒരുങ്ങിയവരുടെ മനസ്സുകളുടെ വേദനയാണ്. ഒരു പ്രതീക്ഷ നമുക്കെല്ലാവർക്കുമുണ്ട്. മറ്റൊന്നുമല്ല, അതെത്ര കണ്ട് വിജയിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ പോകുന്നുണ്ട് 3 ദിവസത്തേക്ക്. ആ മനുഷ്യൻ്റെ മനസ്സിൽ ഇത് തോന്നിയിട്ട്, ഇങ്ങനൊരു അവസ്ഥാവിശേഷം ഇന്ത്യ രാജ്യത്തുണ്ട്, അതിനൊരു പരിഹാരം കാണണം എന്നെങ്ങാനും അവിടുത്തെ ഭരണാധികാരികളോട് പറഞ്ഞു കിട്ടിയാൽ അത് ലഭിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് പറയാനുള്ള മനസ്സ്, അതാണ് ഉണ്ടാകേണ്ടത്. അതിനാണ് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കേണ്ടത്. 3 ദിവസത്തെ പര്യടനത്തിനാണ് പോകുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ നിലയിൽ ഒരു വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. കാരണം ഒട്ടും പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് കുറച്ച് പേർക്കെങ്കിലും ഒരയവ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളവർക്കും ഇൻഷാ അല്ലാഹ് നന്നായി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തടസ്സമെല്ലാം തട്ടി നീക്കി
അവിടെ എത്താനുള്ള തൗഫീക്ക് അക്കൂട്ടത്തിൽപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നൊരു കാര്യമുള്ളത്, ഞാൻ ഓതിവെച്ച വചനം സൂറത്ത് ആല ഇമ്രാനിലെ ഒരു വചനമാണ്. അതിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്ന കാര്യമാണ്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്, ആ ഭവനത്തെ കരുതി പോവുക എന്നുള്ളത് ജനങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് എന്നാണ് അതിൻ്റെ സാരം. സാധാരണ ഹജ്ജ് ഹിജ്ജ് എന്നൊക്കെയുള്ള പ്രയോഗം നമ്മൾ പൊതുവെ ഒറ്റ വാക്കിൽ ഹജ്ജ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കലാണ്. ആ വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഭവനം ലക്ഷ്യം വെച്ച് യാത്ര പോവുക എന്നാണ്. അതാണ് ആ പ്രയോഗം. ഒന്ന് ഹിജ്ജ് എന്നുള്ള പ്രയോഗം കരുതുക, ഉദ്ദേശിക്കുക എന്നർത്ഥം. അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ കഅബയാണ്. അപ്പോൾ കഅബ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പോവുക എന്നുള്ളതാണ് ഹിജ്ജുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതിന് ശേഷം അള്ളാഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, മനിസ്തതാഅ ഇലൈഹി സബീല. ഇവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. മനിസ്തതാഅ ഇലൈഹി സബീല, അവിടെ എത്തിപ്പെടാനുള്ള മാർഗം സാധ്യമായവർക്ക്. നമ്മൾ സാധാരണ നമ്മുടെ ഉസ്താദുമാർ ചെറുപ്പത്തിൽ ഹജ്ജിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളൊരു വാചകമുണ്ടാകും, തടിയാലും മുതലാലും മറ്റ് വഴിയാലും, തടിയാലും വഴിയാലും മുതലാലും കഴിയുന്നവരാരോ അവർക്ക്. തടി എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആരോഗ്യമാണ്. മുതൽ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിപ്പെടാനുള്ള ടിക്കറ്റും കാര്യങ്ങൾക്കുമുള്ള സമ്പത്താണ്. പിന്നുള്ളത് വഴിയാണ്. വഴി എന്ന് പറഞ്ഞാൽ എന്താ? സാങ്കേതികമായ കാര്യങ്ങളാണ്. ആ സാങ്കേതികമായ കാര്യങ്ങളിൽ പെടുന്നതാണ് അവിടെ എത്താനുള്ള NOC കിട്ടുക, നോ ഒബ്ജക്ഷൻ കിട്ടുക, അവിടെ എത്താനുള്ള ലൈസൻസ് ലഭിക്കുക, അല്ലെങ്കിൽ എത്താനുള്ള അനുവാദം ലഭിക്കുക. അതാണ് വഴിയാൽ എന്ന് പറഞ്ഞത്. അതിന് വരുന്ന തടസ്സങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യവും. ഇതൊന്നുമല്ല, ഹജ്ജിന് വേണ്ടിയൊക്കെ ഒരുങ്ങി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പോകാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പം അതിലൊന്നും മാനസികമായ ഒരു പ്രയാസം നമുക്ക് വേണ്ട. അള്ളാഹു ഈ വർഷം നിശ്ചയിച്ചിട്ടുണ്ടോ നമ്മളവിടെ എത്തിയിരിക്കും. ആരൊക്കെ എന്തൊക്കെ തടസ്സമുണ്ടാക്കിയാലും ശരി, അള്ളാഹുവിൻ്റെ മശീഅത്തിനെ, അവൻ്റെ ഖദറിനെ, അവൻ്റെ ഖളായിനെ തള്ളിക്കളയാൻ ഒരാൾക്കും ഒരു ശക്തിക്കും കഴിയില്ല. അതുകൊണ്ട് ആ ജാതി ബേജാറിൻ്റെ ആവശ്യമില്ല. പടച്ചവനോട് പ്രാർത്ഥിച്ച് നന്നായി നമ്മളതിനങ്ങ് ഒരുങ്ങിക്കൊണ്ടിരിക്കുക എല്ലാ അർത്ഥത്തിലും. അതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. ആ പ്രൈവറ്റ് ഗാങ്ങിൽ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിൽ പോകാൻ അനുവാദം കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി തടസ്സങ്ങളൊന്നുമില്ല, അവർക്ക് പോകാം. അതിനുള്ള സമയമാകണമെന്ന് മാത്രമേ ഉള്ളൂ. ചിലർക്ക് പോകാനുള്ള ഡേറ്റ് വരെ കിട്ടിയിട്ടുണ്ടാകാം, ചിലർ ഡേറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. എന്തായിരുന്നാലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമുണ്ടാക്കുന്ന കാര്യം അല്ല. ഇതാണ് പ്രധാനമായി രണ്ട് കാര്യങ്ങൾ ആമുഖമായി എനിക്ക് ഉണർത്താനുള്ളത്. ഏതായിരുന്നാലും ശരി, ഞാൻ സൂചിപ്പിച്ചതുപോലെ റബ്ബ് ഉദ്ദേശിച്ചോ നമ്മളവിടെ എത്തിയിരിക്കും. അള്ളാഹു നിങ്ങളെ എല്ലാവരെയും എല്ലാ തടസ്സങ്ങളും മാറ്റി അവിടെ എത്താനും ഹജ്ജ് പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും അതിന് ഭാഗ്യം സിദ്ധിച്ചവരും കാത്തിരിക്കുന്നവരുമൊക്കെ ഇനി പ്രാർത്ഥനകളുടെ നാളുകളായിരിക്കണം. എന്തിന്? അവിടെ എത്താൻ, എല്ലാ നിലയിലും ആരോഗ്യത്തോടുകൂടി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ, ഒരു പ്രയാസവുമില്ലാതെ തിരിച്ച് നാടുകളിലെത്താൻ, എത്തിക്കഴിഞ്ഞതിന് ശേഷം ഹജ്ജ് നൽകിയ ആ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ. ഇങ്ങനെ 2-3 കാര്യങ്ങൾ ഈ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഹജ്ജിന് പോകുന്ന ആദ്യമായി പോകുന്നവരുണ്ടാകും, പല പ്രാവശ്യം പോയവരുണ്ടാകും, 2ാമത്തെ പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യം പോകുന്നവരുണ്ടാകും. എത്ര പ്രാവശ്യം പോയാലും ശരി ഇനിയും പോകണം എന്നുള്ള ഒരു ആഗ്രഹം, അങ്ങോട്ടുള്ളൊരു വലിയ അട്രാക്ഷൻ, ഒരു വലിയ പിടിച്ചുവലി ആ ഭൂമിയിലേക്ക്, ആ നാട്ടിലേക്ക് നമ്മൾക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതാണ് ആ ഭവനത്തിൻ്റെ സവിശേഷത. ആ ഭവനം ഏതാ? ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക്കൻ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം ഫമൻ ദഖലഹു കാന ആമിന. അതാണ് ആ ഭവനം. ഭൂമുഖത്ത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഏറ്റവും ആദ്യമായി സ്ഥാപിക്കപ്പെട്ട, പടുത്തുയർത്തപ്പെട്ട ഗേഹം അതാണ് കഅബ. അതിന് ബൈത്തുൽ അത്തീഖ് എന്നൊരു പേരുണ്ട്. ബൈത്തുൽ അത്തീഖ് എന്ന് വെച്ചാൽ പൗരാണിക ഗേഹം എന്നാണ് അർത്ഥം.
പണ്ടോ ഉള്ള ഗേഹം എന്നർത്ഥം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭവനത്തെക്കുറിച്ച് ബൈത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വേറൊന്നിനെ കുറിച്ച് ആ ഒരു പരാമർശം കാണില്ല. ബൈത്തി, എൻ്റെ ഭവനം. ഇബ്രാഹിം നബിയോട് പറയുന്നുണ്ടല്ലോ, വതഹിർ ബൈതിയ ലിത്തായിഫീന വൽ ആകിഫീന വറുക്കഇസ് സുജൂദ്, എൻ്റെ ഭവനം നീ വൃത്തിയാക്കി കൊടുക്കണം, ശുദ്ധീകരിക്കണം. ആർക്ക്? ലിൽ ഖായിമീൻ, നിന്ന് നമസ്കരിക്കുന്നവർക്ക്, തവാഫി ചെയ്യുന്നവർക്ക്, റുക്കൂഅ് ചെയ്യുന്നവർക്ക്, സുജൂദ് ചെയ്യുന്നവർക്ക് ഒക്കെ വേണ്ടി എൻ്റെ ഭവനം നീ ശുദ്ധീകരിക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാം. ആ ഭവനത്തിൻ്റെ സ്ഥലം അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുത്തതാണ് ഇബ്രാഹിം നബിക്ക്. വഇദ് ബവ്വഅ്നാ ലി ഇബ്രാഹീമ മക്കാന ബൈത്ത്, ആ ഭവനത്തിൻ്റെ സ്ഥാനം നാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച സ്ഥലം, അള്ളാഹു നിശ്ചയിച്ച ഭവനം, ഈ ഭൂലോകത്തിൻ്റെ മധ്യഭാഗമായി വരുന്ന പ്രദേശം, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആളുകളുടെ മനസ്സ് സദാ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗേഹം, ആ നിലയിലുള്ള ഒരു ഗേഹത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സാധാരണയായി നമ്മൾ കഅബയെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുണ്ടാകും, പരിശുദ്ധ കഅബയെക്കുറിച്ച് വായിച്ചിട്ടുണ്ടാകും, പരിശുദ്ധ കഅബയുടെ ശ്രേഷ്ഠത പറയുന്നത് ഒരുപാട് ശ്രവിച്ചിട്ടുണ്ടാകും. ഇതൊന്നുമല്ല, അള്ളാഹു അനുഗ്രഹിച്ചാൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഗേഹത്തെ നമ്മൾ കാണുകയാണ് കൺകുളിർക്കെ. അത് ആ അനുഭൂതി എത്ര വിശദീകരിച്ചാലും പറഞ്ഞാലും മതിയാവുകയില്ല. വിശദീകരിച്ചാൽ വിശദീകരണത്തിൽ ഉൾക്കൊള്ളൂല. ആദ്യമായി അള്ളാഹുവിൻ്റെ കഅബ കാണുന്ന ഉടനെ എന്തോ ഒരു സ്തംഭനാവസ്ഥ നമുക്കുണ്ടായിത്തീരും. ഇങ്ങനൊരു നോട്ടം നോക്കുമ്പോഴേക്ക്, പടച്ചവനെ, എത്രയോ കാലമായി ഞാൻ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന ഗേഹമാണ്, എത്രയോ കാലമായി ഇതിൻ്റെ ശ്രേഷ്ഠത നാം കേൾക്കുന്നതാണ്, ഇപ്പോൾ ഇതാ ഞാനിതാ എൻ്റെ 2 കണ്ണുകൾ കൊണ്ട് നേർക്ക് നേരെ അത് കാണുന്നു എന്ന് പറയുമ്പോൾ ആ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നാം അത് നോക്കും. ആ ഒരവസ്ഥയിലേക്കാണ് നിങ്ങളൊക്കെ പോകുന്നത്, പോയിട്ടുള്ളവർ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. കഅബയെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട്, ഒരു ധാരണ ഉണ്ടാവുക. അതൊരു ചെറിയ ഗേഹം, ഒരു കെട്ടിടമാണ്, 4 മൂലകളുള്ള ഒരു കെട്ടിടം, അതിൻ്റെ ഉള്ളിലൊന്നുമില്ല, വിഗ്രഹങ്ങളില്ല, ഒന്നുമില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ് കഅബ പടുത്തുയർത്തിയത് എന്ന് നമുക്കറിയാം. അതിനു മുമ്പേ അതുണ്ടാകാം, അതിൻ്റെ അസ്ഥിവാരം അവിടെ ഉണ്ടാകാം. പക്ഷെ അത് പടുത്തുയർത്താൻ അള്ളാഹു നിർദ്ദേശിച്ചത് ഇബ്രാഹിം നബിയോടാണ്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടിയാണ് അത് പടുത്തുയർത്തിയത്. പടുത്തുയർത്തി കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് തേടിയ തേട്ടമാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ, നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നിർദ്ദേശിച്ച ആ നിർദ്ദേശം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അത് പ്രവർത്തിച്ചതിന് ശേഷം അത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ഇവിടെ ഒരു വലിയ മാതൃക വിശ്വാസികളായ നമുക്കൊക്കെ ഉണ്ട്. അതെന്താണ്? എന്ത് സൽക്കർമ്മം നമ്മൾ ചെയ്താലും അത് സ്വീകരിക്കാൻ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു വലിയ മെസ്സേജ് അതിനകത്തുണ്ട് എന്ന് മാത്രം അതിനെക്കുറിച്ച് പറയട്ടെ. അപ്പോൾ ഈ കഅബ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സാധാരണ അങ്ങോട്ട് പോകുന്നത് 2 രൂപത്തിലാണ്. ഒന്ന് ഉംറ ചെയ്യാൻ വേണ്ടി പോകും, മറ്റൊന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകും. ഇപ്പോൾ നമ്മൾ പലരും പോകാനിരിക്കുന്നത് ഉംറയും ഹജ്ജും ഒരുമിച്ച് ചെയ്യാനാണ്. അതാണ് നമ്മിൽ നിന്ന്, ആ സൗദി അറേബ്യയിൽ നിന്ന് ദൂരെയുള്ള ആളുകൾക്ക് ഹജ്ജ് കാലത്ത് പോകുമ്പോൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ രൂപം തമത്തുഇൻ്റെ ഹജ്ജാണ്. തമത്തു എന്ന് പറഞ്ഞാൽ 3 രൂപമാണ് ഹജ്ജിൻ്റെത്. ഒന്ന് ഇഫ്രാദ്, മറ്റൊന്ന് ഖിറാൻ, മൂന്നാമത്തത് തമത്തു. തമത്തുഇൻ്റെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉംറയ്ക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുകയും അവിടെ ചെന്നതിന് ശേഷം ഉംറ കഴിഞ്ഞിട്ട് ഹജ്ജിൻ്റെ ദിവസം വരെ സാധാരണ ജീവിതം നയിക്കുകയും ചെയ്യുന്ന നമ്മളൊക്കെ ചെയ്യുന്ന ഹജ്ജിൻ്റെ പേരാണ് തമത്തുഇൻ്റെ ഹജ്ജ് എന്ന് പറയുന്നത്. ബാക്കി ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് മാത്രം ഇഹ്റാമിൽ പ്രവേശിക്കുക, ഖിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറയ്ക്കും ഒരുമിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് ഇടയ്ക്ക് വിടവില്ലാതെ ഒരുമിച്ച് ചെയ്യുക. ഇങ്ങനെ 2-3 ശൈലിയുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഹജ്ജ് ഒരു ഹജ്ജാണ് അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ പോയതിന് ശേഷം 4 ഉംറയും 1 ഹജ്ജുമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. 4 ഉംറ ചെയ്തിട്ടുണ്ട്, 1 ഹജ്ജും ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഹജ്ജിന് പോയപ്പോൾ പ്രവാചകൻ ചെയ്ത് കാണിച്ചു തന്ന ഹജ്ജ് തമത്തുഇൻ്റെ ഹജ്ജാണ്.
ആ ഹജ്ജാണ് ചെയ്യാനുള്ള ഭാഗ്യം നമുക്കൊക്കെ കിട്ടുക. കാരണം അത് ലോകത്തിൻ്റെ വിവിധ അകലങ്ങളിൽ ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കരണീയമായ മാർഗം അതാ. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ജീവിതത്തിന്. അതും ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. ആ അനുഗ്രഹത്തോടു കൂടിയുള്ള ഹജ്ജാണ് നമ്മളൊക്കെ നിർവഹിക്കുന്നത്. അത് നാം ചെയ്യാൻ പുറപ്പെടുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഉംറ, പിന്നെ രണ്ടാമത് ഹജ്ജ്. ഇതാണ് അതിൻ്റെ രൂപം. ഇതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് അനസ് മൗലവിയുടെ പ്രസൻറ്റേഷനോട് കൂടി എല്ലാ കാര്യവും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനും ഉണ്ടാകും. അതോടുകൂടി പൂർത്തീകരണത്തിലേക്ക് എത്തും. നേരത്തെ നൂർഷാക്ക പറഞ്ഞതുപോലെ ഒരുപാട് ഹജ്ജ് ക്ലാസ് കേട്ട് ഇതിലേതാ ശരി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സംശയമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുക. കാരണം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഹജ്ജ് ക്ലാസ്സുകളുണ്ട്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഹജ്ജ് ക്ലാസ് ഇങ്ങനെ പറഞ്ഞ് ഹജ്ജ് കഅബ അവിടെ കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ എല്ലാം കാണിച്ച് ആ രൂപത്തിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ് ഹജ്ജ്. അവിടെ ചെന്നാൽ ഇനി ആരും നിങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിലും ശരി, നിങ്ങൾ ചെയ്തിരിക്കും, ഉറപ്പാ. കാരണം നിങ്ങൾ അങ്ങോട്ട് ചെയ്തോളും. ആരും ഒരു പ്രേരണയും വേണ്ടി വരില്ല. പിന്നെന്തിനാണിത്? ഹജ്ജിന് പോകുന്ന ആൾക്കാരെ ഒന്ന് വിളിച്ചുകൂട്ടി ഇരുത്തി ഹജ്ജിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് പോകുന്നവർക്ക് വേണ്ടി ദുആ ചെയ്ത്, അതൊക്കെ നമ്മളുടെ ഒരു ബാധ്യതയാണ്. അതാണ് നമ്മൾ ഈ നിറവേറ്റുന്നത്. എല്ലാ സ്ഥലങ്ങളിലും മഹല്ലടിസ്ഥാനത്തിലും ശാഖാടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും ഒക്കെ ഇപ്പം മിക്ക ജില്ലകളിലും ഇതുപോലുള്ള ഹജ്ജ് ക്യാമ്പുകൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് KNM ജില്ലാ കമ്മിറ്റി ഇവിടെയും ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ നടന്നു. ഗംഭീരമായ ഹജ്ജ് ക്ലാസ് ആയിരുന്നു. ഒക്കെ നമ്മൾ കാണുന്നതാണ് പലപ്പോഴും. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഇതാ, നമ്മളൊന്ന് ദുആ കൊണ്ട് അങ്ങോട്ട് വസിയ്യത്ത് ചെയ്യുക. കാരണം നിങ്ങൾ പോകുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിലാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പം ആ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പോകുന്ന ഓരോരുത്തർക്കും അള്ളാഹുവിനോട് ചോദിക്കാനുണ്ടാകും. അവരുടെ സ്വന്തം കാര്യങ്ങൾ, അവരുടെ പാപമോചനം, അവരുടെ കുടുംബങ്ങളുടെ കാര്യം, അവരുടെ ബിസിനസ്സിൻ്റെ കാര്യം, അവരുടെ ഏത് ഏരിയയിലാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തിലെ മികവിൻ്റെയും നന്മയുടെയും ബർക്കത്തിൻ്റെയും കാര്യം ഒക്കെ ചോദിക്കാനുണ്ടാകും. ആ ചോദിക്കുന്നതിനിടയിൽ ആരെങ്കിലുമൊക്കെ നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒറ്റ വാചകത്തിൽ, പടച്ചവനെ പലരും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, ആരൊക്കെയാണെന്ന് നിനക്കറിയാം, അവരുടെ നിയ്യത്തുകളും ഉദ്ദേശങ്ങളും നിനക്കറിയാം, അത് നീ സാക്ഷാത്കരിച്ചു കൊടുക്കണേ റബ്ബേ എന്ന ഒറ്റ വാചകത്തിൽ ഒരു പ്രാർത്ഥന വന്നാൽ എല്ലാമായി. അല്ലാതെ ഓരോരുത്തരുടെ പേരൊന്നും എടുത്ത് അവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊന്നും കഴിയില്ല. ഞാൻ ഒരു ഒറ്റമൂലി പറഞ്ഞു തന്നെന്ന് മാത്രമേ, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇതേ പറയുള്ളൂ. ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ വന്നിരുന്ന എല്ലാവരും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഇവരുടെ ഒക്കെ പേരെടുത്ത് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇനി നിങ്ങൾ വേറൊരു സ്ഥലത്ത് ഇതുപോലെ ഒരുമിച്ച് കൂട്ടപ്പെടും, കുടുംബങ്ങളിൽ കൂടും, എല്ലാവർക്കും ഉണ്ടാകും പറയാൻ. അപ്പം നമുക്കത് കഴിയില്ല. അതിന് ഒറ്റ വാചകം ഇതേ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് പറഞ്ഞിരിക്കണം, അതൊരു വസിയ്യത്താ. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ അറഫയിൽ പ്രാർത്ഥിക്കുമ്പോൾ, മിനയിൽ പ്രാർത്ഥിക്കുമ്പോൾ, മുസ്ദലിഫയിൽ പ്രാർത്ഥിക്കുമ്പോൾ, തവാഫിൻ്റെ വേളകളിൽ പ്രാർത്ഥിക്കുമ്പോൾ, മസ്ജിദുൽ ഹറാമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ ഈ ഒരു ഓർമ്മ നിങ്ങൾക്ക് വരിക. അതുപോലെ നമ്മുടെ നാടിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ലോകമെമ്പാടും പ്രയാസം അനുഭവിക്കുന്ന ഈ ഉമ്മത്തിൻ്റെ വേദനകൾ നീങ്ങിക്കിട്ടാനുള്ള പ്രാർത്ഥന, ഇതൊക്കെ നമുക്ക് ആവശ്യം. ഇതൊന്നും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ചെയ്യും എന്ന് എനിക്കറിയാമെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. കാരണം ഇങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് പോകുമ്പോൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയാണ്. അതിലും വലിയവരല്ലല്ലോ നമ്മളാരും. ഒരാൾ ഉംറയ്ക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് അദ്ദേഹത്തോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയാൻ റസൂല് മാതൃക കാണിച്ചെങ്കിൽ അതിനേക്കാൾ എത്രയോ ബഹുദൂരമാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അങ്ങനെയുള്ള നമുക്കങ്ങനെ പോകുന്നവരോട് പറയുന്നതിനൊരു മടിയും കാണിക്കണ്ട. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഉംറ ചെയ്യാൻ പോകുന്നു അള്ളാഹുവിൻ്റെ റസൂലേ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, ലാ തൻസാനി യാ ഉഖയ്യ ഫീ ദുആഇക്, എൻ്റെ പൊന്നു സഹോദര, നിന്റെ പ്രാർത്ഥനയിൽ എന്നെ നീ മറക്കരുത്. ഇത് ആരോട് പറഞ്ഞതാ? റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആരോടാണ് ഈ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്.
മദീനയിലെത്തിയാൽ അബൂബക്കർ മുഹമ്മദ് നബിയുടെ ഖബർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ ഖബറാണ്, പിന്നെ ഉമർ ബിൻ ഖത്താബിന്റെ ഖബറാണ്. അത്രമാത്രം ആ ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഉമറിനോടാണ് പറഞ്ഞത്. എങ്കിൽ ഈ പോകുന്ന ഓരോരുത്തരോടും പറയാൻ നമുക്ക് ആർക്കും ഒരു വിഷമവും ഇല്ല. നമ്മളാരും എല്ലാം തികഞ്ഞവരല്ല, നമ്മളൊക്കെ പോരായ്മകളുള്ള ആൾക്കാരാണ്. ആ പോരായ്മകളും ന്യൂനതകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. തെറ്റുകൾ വന്നിട്ടുണ്ടാകും. ആ തെറ്റുകൾ പൊറുക്കാൻ സ്വയം തേടുന്നതോടൊപ്പം മറ്റൊരാൾക്ക് വേണ്ടി, മറ്റൊരാളോട് പാപം പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ വരുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അതുമല്ല, ഈ പറയുന്ന ഈ കാര്യമുണ്ടല്ലോ, ഞാൻ സാന്നിധ്യത്തിലല്ലാതെ ഒരാളുടെ അസാന്നിധ്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് 2 ഗുണമുള്ളത്. അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് പോയി ഹജ്ജിന് പോയി അവിടെ ചെന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലുള്ള ആളുകളുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരു മലക്ക് നമ്മളുടെ ഒപ്പം ഉണ്ടാകും. ആ മലക്ക് പറയും ആമീൻ എന്ന് പറയും. എന്നിട്ട് പറയും വലക്ക ബിമിസ്ലിഹി, അതിന് തുല്യമായത് നിനക്കും. ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ഒരാളുടെ അഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചത്, ആ പറഞ്ഞ കാര്യത്തിന് വേണ്ടി മലക്ക് ആമീൻ പറയും. ഒരു മുവക്കലായ മലക്കുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് ഒപ്പം ഉണ്ടാവുന്ന ആ മലക്ക് ആമീൻ എന്ന് പറയും. ഞാനും നിങ്ങളും ആമീൻ പറയണ മാതിരി അല്ല മലക്കിന്റെ ആമീൻ എന്നുള്ളത് തിരിച്ചറിയുക. എന്നിട്ട് ആ മലക്ക് പറയും വലക്ക ബിമിസ്ലിഹി, ഇതിന് തുല്യമായത് നിനക്കും. ഒരാളുടെ രോഗം മാറ്റണേ എന്നാണ് പ്രാർത്ഥിച്ചതെങ്കിൽ അത് നിനക്കും. ഒരാളുടെ കഷ്ടപ്പാട് മാറ്റണേ എന്നാണ് പ്രാർത്ഥിച്ചതെങ്കിൽ അത് നിനക്കും. ഒരാളുടെ പാപം പൊറുക്കണേ എന്നാണ് പ്രാർത്ഥിച്ചതെങ്കിൽ അത് നിനക്കും എന്നുള്ള രൂപത്തിലാണ് ഈ അഭാവത്തിലുള്ള പ്രാർത്ഥന എന്നുകൂടി. അപ്പൊ 2 കാര്യമാണ്. ഒന്ന് വസിയ്യത്താണിത്, രണ്ടാമത്തത് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. മലക്കുകൾ പോലും ആമീൻ പറയുന്നതാണ്. അതുകൊണ്ട് അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുണർത്തുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും മഹത്തായ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ചില വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചില വാക്കുകൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. വിശദീകരിച്ച് ഇൻഷാ അല്ലാഹ് പിന്നാലെ വരും. ഒന്ന് ഇഹ്റാം എന്നുള്ള വാക്കാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താ? ഹറാമാക്കൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതുവരെ അനുവദനീയമായിരുന്നതൊക്കെ വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥയിലേക്ക് സ്വയം മാറും. അതാണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ. അപ്പം ഇഹ്റാം എന്ന് പറയുന്നതിന് ഒന്ന് ബാഹ്യമായിട്ടുണ്ട്, ഒന്ന് ആന്തരികമായിട്ടുണ്ട്. എന്താണ് ബാഹ്യമായിട്ടുള്ള ഇഹ്റാം? ബാഹ്യമായിട്ടുള്ള ഇഹ്റാം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ വേഷം മാറുക എന്നുള്ളതാണ്. അതാണ് പിന്നെ ഭൗതിക പുറത്ത് നാം കാണുന്ന ഇഹ്റാം. മറ്റൊന്ന് ഉള്ളിലുണ്ടാകേണ്ട ഇഹ്റാമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാമിൽ ഒറ്റ വേഷമേ ഉള്ളൂ. ഹജ്ജിന് പോയാലും ഹജ്ജ് അല്ലാത്തപ്പോഴും മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കി എല്ലാം മറയ്ക്കുക എന്നുള്ളതാണ് സ്ത്രീയുടെ ഔറത്ത്. അതെല്ലാ സന്ദർഭത്തിലും അതാണ്. അതേസമയം പിന്നെ ഹജ്ജിന് പോകുന്ന ഒരു സ്ത്രീയെ, ഉംറയ്ക്ക് പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ മുഖം മറയ്ക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശമാണ് സ്ത്രീയോടുള്ള. ബാക്കി എല്ലാ വേഷവും അവൾക്കുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം തുന്നിയ വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ അത്ര സിമ്പിളായിരിക്കണം ജീവിതം എന്നുള്ളതാണ്. അതിലൊക്കെ ഒരുപാട് തത്വങ്ങളുണ്ട്. ആ ഇഹ്റാമിൻ്റെ വേഷത്തിൽ എമ്പാടും തത്വങ്ങളുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ അല്ലാത്ത സന്ദർഭങ്ങൾ ധരിക്കുന്നതൊക്കെ ഏറ്റവും നല്ല വേഷങ്ങൾ, ഏറ്റവും നല്ല വിലയുള്ള ഡ്രസ്സുകളൊക്കെ ആയിരിക്കും നമ്മൾ ധരിക്കുക. പക്ഷേ ഹജ്ജിന് പോകുന്ന, ഉംറയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തുണി ഉടുക്കാൻ, ഒരു തുണി പുതയ്ക്കാൻ, ഇത് 2 ഉള്ളൂ പുരുഷന്. വേറൊന്നും അവൻ ഉപയോഗിച്ചുകൂടാ. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം ഈ വേഷത്തിൽ വരുന്നതോടുകൂടി അതിനാണ് ഇഹ്റാമിൻ്റെ വേഷം എന്ന് പറയുക. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹജ്ജിനോ ഉംറയ്ക്കോ വേണ്ടി നിയ്യത്ത് ചെയ്ത് അതിലേക്ക് പ്രവേശിക്കുന്നതിനാണ് ഉള്ളുകൊണ്ടുള്ള ഇഹ്റാം എന്ന് പറയുക. ഇപ്പം നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ നിയ്യത്ത് ചെയ്യാറുണ്ട്, ഉളു എടുക്കുമ്പോൾ നിയ്യത്തുണ്ട്, നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നിയ്യത്തുണ്ട്. എല്ലാ കർമ്മങ്ങൾക്കും ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുന്നത് നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിയ്യത്തില്ല എങ്കിൽ അമലുകൾ സ്വീകരിക്കില്ല. ഇതൊരു പൊതു തത്വമാണ്. അതുപോലെ എന്തിനുമുണ്ട്, സക്കാത്ത് കൊടുക്കുമ്പോൾ എൻ്റെ സക്കാത്തിൻ്റെ വിഹിതം ഞാൻ കൊടുക്കുന്നു എന്നുള്ള നിയ്യത്തുണ്ടാകുക, സദക്ക നൽകുമ്പോൾ ആ നിയ്യത്തുണ്ടാകുക. നാം ഏത് നല്ല കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു വിചാരമുണ്ടാവുക. അതിനാണ് അറബിയിൽ നിയ്യത്ത് എന്ന് പറയുക. ആ നിയ്യത്ത് ഉംറയ്ക്ക് വരുമ്പോഴും ഹജ്ജിന് വരുമ്പോൾ നിയ്യത്ത് എന്നല്ല പറയുക, ഇഹ്റാം എന്നാണ് പറയുക. അതാണ് വ്യത്യാസം. എന്താണ് ആ വ്യത്യാസം? ഇപ്പോൾ നമസ്കരിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്യുന്നതും പിന്നെ നോമ്പിന് വേണ്ടി നിയ്യത്ത് ചെയ്യുന്നതൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കലാണ്, കരുതലാണ്.
ഇതിനത് പോരാ, ഇത് പറയണം. ഇപ്പൊ ഉദാഹരണത്തിന് ഉംറയിൽ പ്രവേശിക്കുന്ന ഒരാൾ പറയേണ്ട വാചകം ലബ്ബൈക അല്ലാഹുമ്മ ഉംറ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറ. ഇത് രണ്ടും കാണാം. ലബ്ബൈക അല്ലാഹുമ്മ ഉംറ, അള്ളാഹുവേ ഉംറയ്ക്ക് വേണ്ടി ഞാൻ ഇതാ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാൻ റെഡി ആയിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതേപോലെ ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ആളുടെ ഇഹ്റാം എങ്ങനെയാ? ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജ. രണ്ട് രൂപവും കാണാം. അള്ളാഹുവേ ഹജ്ജിന് വേണ്ടി ഇതാ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് ഒന്ന് വേഷം കൊണ്ട്, അത് പുരുഷന്മാർക്ക് മാത്രം, സ്ത്രീകൾക്ക് പ്രത്യേക വേഷമില്ല എന്ന് പറഞ്ഞു. പിന്നീടുള്ളത് അതിലേക്ക് പ്രവേശിക്കുന്ന നിയ്യത്താണ്. അത് ഉംറയുടെ ലബ്ബൈക അല്ലാഹുമ്മ ഉംറ എന്നും ഹജ്ജിൻ്റെ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജ എന്നുമാണ് എന്ന് അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതാണ് പ്രധാനമായും മനസ്സിലാക്കുക. മറ്റൊന്ന് മീഖാത്ത് എന്ന് പറയുന്ന ഒന്നുണ്ട്. മീഖാത്ത് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കാൻ നിശ്ചയിക്കപ്പെട്ട സ്ഥലം. എവിടുന്നെങ്കിലും ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴൊന്നും ഇഹ്റാമിൽ വേഷം പറ്റും. ഇപ്പം അതെങ്ങനെയാണ് നിങ്ങളുടെ കമ്പനികൾ എങ്ങനെയാണ് നിർദ്ദേശിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. ചിലപ്പം ഏത് രൂപത്തിലാണ് ഇപ്പം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി പോകുന്നത്, രണ്ട് രൂപത്തിൽ മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്ന് ഇവിടെ നിന്ന് മദീനയിലേക്ക് പോയിട്ട് മദീനയിൽ നിന്ന് ഹജ്ജിന് വരുന്ന രൂപം, അത് ചെയ്യാറുണ്ട്. അതല്ല, ഇവിടുന്ന് നേരെ ജിദ്ദക്ക് പോയി ജിദ്ദയിൽ നിന്ന് ഉംറ കഴിഞ്ഞ് ആ ഇടവേള കിട്ടുന്ന സന്ദർഭങ്ങളിൽ മദീനയിലേക്ക് പോകുന്ന ഇതുമുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഓരോ രൂപം എങ്ങനെയാണോ ആ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. പ്രൈവറ്റ് ഫാമിൽ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അമീർ ഉണ്ടാവും, ആ അമീർ നിയന്ത്രിക്കും. അപ്പോൾ അവർക്കെല്ലാം എളുപ്പമാകും. ഈ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് പോകുന്ന ആൾക്കാർക്ക് കുറേ വോളണ്ടിയേഴ്സിൻ്റെ പേരുണ്ടാകും, അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാകും. പക്ഷെ അവരെ അവിടെ കാണൽ വളരെ അപൂർവമായിട്ടായിരിക്കും. തെറ്റിദ്ധരിക്കരുത് ഞാൻ ഈ വാക്ക് പറയുന്നതുകൊണ്ട്. കാരണം ഞാൻ ഹജ്ജിന് പോയ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഈ പ്രൈവറ്റ് മേഖലയിലുള്ള ഹജ്ജിൻ്റെ ആൾക്കാർ അനുഭവിച്ച പ്രയാസങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ട്. ചിലരെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ താമസിച്ച മുറിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും. അപ്പം ചോദിക്കും, ഹജ്ജ് ബുദ്ധിമുട്ടാനല്ലേ? ആണ്. ത്യാഗമല്ലേ? ആണ്. ഇതിലൊന്നും സംശയമില്ല. പക്ഷെ ബുദ്ധിമുട്ടിക്കണമെന്നില്ലല്ലോ, പ്രയാസപ്പെടുത്തണമെന്നില്ലല്ലോ. സ്വാഭാവികമായുണ്ടാകുന്ന പ്രയാസങ്ങൾ അനുഭവിക്കാതെ രക്ഷയില്ല. അതേസമയം പ്രയാസം ഉണ്ടാക്കി തീർത്ത പ്രയാസം തന്നെയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഏത് തലത്തിൽ പോകുന്നവരായിരുന്നാലും ശരി, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നന്നായി പഠിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിനാണ് ഇങ്ങനെ വിളിച്ചു കൂട്ടിയ ഹജ്ജിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. നമസ്കരിക്കാൻ പോകുന്ന ഒരാളെ വിളിച്ചിരുത്തിക്കൊണ്ട് നിസ്കാരം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ വല്ലപ്പോഴും ഒരു പ്രാവശ്യമൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് വരും. അല്ലാതൊരു പണിയില്ലല്ലോ. ഇതങ്ങനെയല്ല. ഇതിത്തിരി ത്യാഗമാണ്. ഹജ്ജെന്ന് പറഞ്ഞാൽ ജിഹാദാണ്. എത്രത്തോളം സ്ത്രീകളുടെ ജിഹാദാണ് ഹജ്ജെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ ജിഹാദ്, ഹജ്ജ് മൊത്തത്തിൽ ജിഹാദാണ്. എന്ന് വെച്ചാൽ നാടും വീടും വിട്ട് എല്ലാം പരിത്യജിച്ച് ഒഴിവാക്കിക്കൊണ്ടൊരു പോക്കാണ്. അപ്പം ആ നിലയിൽ ഉണ്ടാകുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജിഹാദാണ് ഹജ്ജ് എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പം ചെറിയ ഒരു കാര്യമായിട്ട് ഇതിനെ കാണരുത് സഹോദരിമാർ. വളരെ ഗൗരവത്തോടു കൂടിയാണ് നിങ്ങളെയും അള്ളാഹുവിൻ്റെ റസൂൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് തിരിച്ചറിയുക. അപ്പം ഏതായിരുന്നാലും ശരി, അപ്പം ഇഹ്റാമിൻ മീഖാത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇഹ്റാമിൽ പ്രവേശിക്കാൻ നിശ്ചയിക്കപ്പെട്ട സ്ഥലം. അതിനാണ് മീഖാത്ത് എന്ന് പറയാൻ. പലർക്കും പല സിറിയക്കാർക്ക് ഇന്നത്, ഇറാഖുകാർക്ക് ഇന്നത്, മദീനക്കാർക്ക് ഇന്നത് എന്നുള്ള നിലയിൽ ഓരോന്നിൻ്റെ പേര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ സ്ഥലമായി മീഖാത്തായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് യലംലം ആണ്. നമ്മൾ യമനിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നവരുടെ മീഖാത്താണ് യലംലം. ആ ഭാഗത്തുകൂടി നമ്മൾ പോകുന്നു എന്നുള്ള നിലയിൽ നമ്മളുടെ സ്ഥലത്തിൻ്റെ പേര് യലംലം എന്നാണ്. അതിപ്പോൾ ഒരു സൗകര്യം ഉണ്ടെന്ന് വെച്ചാൽ ഹജ്ജിന് പോകുന്ന ആൾക്കാരെ ഉൾക്കൊള്ളുന്ന വിമാനമാണ് എങ്കിൽ ഉറപ്പായും ഇഹ്റാമിൽ പ്രവേശിക്കേണ്ട സമയത്ത് സ്ഥലം എത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് അനൗൺസ്മെന്റ് വരും. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഇഹ്റാമിൻ്റെ മീഖാത്ത് എത്തും എന്ന് മുൻകൂട്ടി അവർ പറയും. അങ്ങനെ പറഞ്ഞു കഴിയുന്നുള്ളൊരു ഗുണം എന്താ? നമുക്കൊന്ന് ഒരുങ്ങാം. ഈ ഒരുക്കത്തിൽ എനിക്ക് പുരുഷന്മാരോട് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, അനൗൺസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റിൽ എഴുന്നേറ്റ് പോയി ഡ്രസ്സ് മാറി വരാം എന്നൊരിക്കലും വിചാരിക്കരുത്. ചിലപ്പം
ഇഹ്റാമിൻ്റെ മീക്കാത്ത് കഴിഞ്ഞു പോകും. കാരണം വിമാനം ഇങ്ങനെ മെല്ലെ അല്ലല്ലോ പോകുന്നത്, പെട്ടെന്നത് പോകും. അപ്പം അങ്ങനെ സംഭവിച്ച ഒരുപാട് അനുഭവങ്ങൾ യാത്രാവേളയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ ഇഹ്റാമിൽ പ്രവേശിച്ച് വേഷം ധരിച്ചുകൊണ്ട്, വേഷമേ ഉള്ളൂ, നിയ്യത്തില്ല, നിയ്യത്ത് അവിടെ വരുമ്പോഴേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ അതിനൊന്നും തുനിയാതെ മറ്റ് ചില സ്ഥലങ്ങളിൽ നിന്ന് ആ ഫ്ലൈറ്റിൽ കയറിയ ആൾക്കാർ, പുരുഷന്മാരൊന്നും ഇഹ്റാമിൽ പ്രവേശിക്കാതെ അവിടെ ഇരുന്ന് ഈ അനൗൺസ്മെൻറ്റ് വന്ന ഉടനെ എല്ലാവരും ഓടിപ്പടിച്ച് ആകെ ഒരു ബാത്റൂം 2 ബാത്റൂം അതിൻ്റെ ഉള്ളിൽ എവിടെ നിന്നാണ് തുണി മാറുക? അവസാനം എങ്ങനെയൊക്കെയോ ആക്കി അവർ ഓടി വന്നപ്പോഴത്തേക്ക് 1-2 പേർക്ക് സംഗതി പോയി എന്ന് വെച്ചാൽ വിട്ടുപോയി, മീക്കാത്ത് വിട്ടുപോയി എന്ന് വെച്ചാൽ രണ്ടാമത്തെ അനൗൺസ്മെന്റ് കഴിഞ്ഞു, രണ്ടാമതും അനൗൺസ്മെന്റ് വരും മീക്കാത്തായി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ലബ്ബൈക അല്ലാഹുമ്മ ഉംറ എന്ന് നമ്മൾ വിളിച്ചു പറയല്. അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പമുള്ള അമീറന്മാർ നമുക്കതിന് നിർദ്ദേശം നൽകും. അപ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഉംറ എന്ന് നമ്മൾ പറയും. അപ്പം ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ട മീക്കാത്ത് അത് ശ്രദ്ധിക്കണം. അതിൽ വരുന്ന അപാകത ഹജ്ജിൻ്റെയും ഉംറയുടെയും സ്വീകാര്യതയ്ക്ക് മങ്ങലേൽപ്പിക്കും, പിന്നെ പ്രായശ്ചിത്തം കൊടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് പുരുഷന്മാരത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിർദ്ദേശമനുസരിച്ച് നിങ്ങൾ ചെയ്യുക. വീട്ടിൽ നിന്ന് പോകുമ്പോൾ എയർപോർട്ടിൽ ചെന്നിട്ട് വേഷം മാറാനാണ് നിങ്ങളോട് നിർദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പ്ലെയിനിൽ വെച്ച് മാറിക്കോളാം എന്ന വാശിയൊന്നും ഒരിക്കലും ഉണ്ടായിക്കൂടാ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം പിന്നെ മറ്റൊന്ന് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് കർമ്മമായിരുന്നാലും ആ കർമ്മങ്ങൾ നമുക്ക് മാതൃക അള്ളാഹുവിൻ്റെ റസൂലാ, വേറെ ആരിലും നമുക്ക് മാതൃകയില്ല. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നത് എന്താ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്കൃഷ്ടമായ മാതൃകയുണ്ട്, വേറെ ആരിലിട്ടോ ആ മാതൃക. അപ്പൊ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മാതൃക ഏതിലും വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശവും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. അത് വിട്ടുള്ള ഒരു കളി നാം കളിച്ചാൽ നമ്മുടെ അമലുകൾ പാളിപ്പോകും. ഇതാണ് അതിൻ്റെ വിഷയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹജ്ജേ ചെയ്തുള്ളൂ. ആ ഹജ്ജിന്റെ വേളയിൽ നടത്തിയ പ്രസംഗമാണല്ലോ ഹജ്ജത്തുൽ വിദാ. ആ പ്രസംഗത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. 2 കാര്യം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഈ 2 കാര്യം മുറുകെ പിടിക്കുവോളം നിങ്ങൾ വഴിവഴിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ കിതാബ്, അതിലുണ്ട് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ചെയ്യണം. ആ കിതാബിൻ്റെ വിശദീകരണമാണ് എന്ത്? സുന്നത്തുർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അപ്പം റസൂൽ ഒരൊറ്റ ഹജ്ജേ ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ സൂചിപ്പിച്ചു. ആ ഹജ്ജിൻ്റെ വേളയിൽ ഓരോ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പ്രവാചകൻ നമ്മളോട് പറഞ്ഞു തന്ന ഒരു വാക്കാണ് നേരത്തെ നിങ്ങൾ കേട്ടത്, ഖുദൂ അന്നീ മനാസിക്കക്കും. നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. ഇതാണ് അതിന്റെ വിഷയം. അപ്പൊ ആരെങ്കിലും പറഞ്ഞതുപോലുള്ള ഒരു ഹജ്ജായാൻ പറ്റില്ല. അവിടെയാണ് ഇത്തിബാഉർ റസൂൽ, റസൂലിനെ പിൻപറ്റിക്കൊണ്ടുള്ള ഹജ്ജിന്റെ സവിശേഷത. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടതുപോലെ പല ജാതി ഹജ്ജിന്റെ കോലങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണും, കേൾക്കും, ഇതൊക്കെ ഉണ്ടാകും. എനിക്ക് നിർത്താൻ നേരമായി. അപ്പൊ ഏതായിരുന്നാലും ശരി, അപ്പൊ ആ ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ചാണ് എൻ്റെ ഹജ്ജ് എന്ന് ഉറപ്പുവരുത്തണം. കാരണം റസൂലിൻ്റെ അതിലെ മാതൃകയുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ഹജ്ജ് എന്ന് പറയുന്നത് അടിമുടി തൗഹീദിന്റെ വിളംബരമാണ്. അതിൽ വേറൊരാൾക്കും ഒരു പങ്കുമില്ല. നിങ്ങൾ ഓരോന്നും എടുത്തു നോക്ക്, തൽബിയത്ത് എടുത്തു നോക്ക്. എന്താ നമ്മൾ പറയുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. 2 സന്ദർഭങ്ങളിലാണ് ശിർക്കില്ല എന്ന് പറയുന്നത്. ആ തൽബിയത്തിനകത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു. ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരനുമില്ല. ലബ്ബൈക, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു, ഉത്തരം ചെയ്യുന്നു. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, എല്ലാ ഹംദും എല്ലാ നിഅമത്തും നിനക്ക് മാത്രമുള്ളതാണ്. എന്നിട്ട് പറയാണ് ലാ ശരീക ലക വീണ്ടും. എന്നിട്ടാണ് നമ്മൾ ഇവിടുന്നൊക്കെ ഹജ്ജിന് പോകുമ്പോൾ ഈ ഇരിക്കുന്ന ആരെങ്കിലും ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. പലരും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. എന്താ? ചെയ്യാവുന്ന എല്ലാ റാത്തീബും മൗലൂദും നടത്തി, പോകാവുന്ന സർവ്വ ദർഗകളും കയറിയിറങ്ങി, എന്നിട്ടൊരു ഹജ്ജിന് പോക്ക്. എന്തിനാ ഇതിൻ്റെ ആവശ്യം?
ഞാൻ കൃത്യമായി പറയാ, പണം വെറുതെ പോകുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താ അതിൻ്റെ ആവശ്യം? ഇനി അതുമല്ല, ഏറ്റവും അത്ഭുതകരമായ കാര്യം, നിങ്ങൾ അവിടെ എത്തിയാൽ കാണുന്ന പലതുകൊണ്ട് ടെന്റുകളിൽ അവിടെ നിന്നുകൊണ്ട് റാത്തീബും അവര് നടത്തി. ഏത്? തൗഹീദിന്റെ ഭൂമിയിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭൂമിയിൽ നിന്നുകൊണ്ട് എത്രയോ തർക്കങ്ങൾ പലരുമായി നമ്മളൊക്കെ ഹജ്ജിന് പോയപ്പോൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിലത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാർ അതിന് ഇരിക്കാതെ നമ്മളുടെ ടെന്റുകളിൽ വന്ന് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാൻ വന്നിരുന്നിട്ടുണ്ട്. ഇതൊക്കെ അവിടെ അരങ്ങേറും. ദയവ് ചെയ്ത് ഇപ്പൊ ഏത് ഗ്രൂപ്പിൽ പോയാലും ശരി, ഇപ്പൊ ചില ഗ്രൂപ്പുകൾ പോയാൽ അതൊന്നും ഉണ്ടാവില്ല, ചില ഗ്രൂപ്പുകൾ പോയാൽ അതേ ഉണ്ടാവൂ. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തൗഹീദിന്റെ ഭൂമിയിൽ പോയി ശിർക്ക് ചെയ്യാതിരിക്കുക. ഷിർക്കിന്റെ ഒരിതും നമ്മിൽ വന്നുകൂടാ. എന്ന് വെച്ചാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പരിശുദ്ധ മസ്ജിദുൽ ഹറാമിലെ ഒരു റക്അത്ത് നമസ്കാരത്തിന് 1,00,000 ഇരട്ടി പ്രതിഫലമാണ് നിശ്ചയിച്ചു. 1,00,000 ഇരട്ടി എന്ന് വെച്ചാൽ ഇവിടെ വൈറ്റിലെ സലഫി മസ്ജിദിൽ ഒരു റക്അത്ത് നമസ്കരിച്ചാൽ എന്ത് കൂലിയാണോ കിട്ടുക, അതിനെ 1,00,000 കൊണ്ട് നിങ്ങളൊന്ന് കുടിച്ചു നോക്കിയേ. ആ പ്രതിഫലം കിട്ടുന്ന മസ്ജിദുൽ ഹറാമിൽ, ആ 1000 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മസ്ജിദുൻ നബവിയിൽ പോയി നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞ് സ്ത്രീകളെ റൂമുകളിൽ അടച്ചിടുന്ന ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾ അതിലൊന്നും പെടാതിരിക്കുക. എന്നിട്ട് ചില സ്ത്രീകൾ, നമ്മളുടെ ഒക്കെ ഒപ്പമുള്ള സ്ത്രീകൾ പള്ളിയിൽ പോയി നമസ്കരിച്ച് വരുന്ന ഇങ്ങനെ നിരന്തരമായി കണ്ടിട്ട് അവരെ കൊണ്ടുപോയ അമീറന്മാരുമായി ബോൾത്തുണ്ടാക്കിയ സംഭവം വരെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരെന്ന് ചോദിക്കുന്നുണ്ട്, എന്തേ ആ പെണ്ണുങ്ങൾക്ക് പോകാം പള്ളിയിൽ, 1000 ഇരട്ടി പ്രതിഫലമുണ്ട്. ഇവിടെ കുറച്ച് ദിവസം മദീനയിൽ ജീവിക്കുമ്പോഴാണ് അതറിയുക. അപ്പൊ ആ നിലയിൽ ചോദിക്കുന്ന അവസ്ഥ വരുന്നു. ഒരു വിലക്കുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ റസൂല് വിലക്കരുത് എന്ന് പറഞ്ഞാൽ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, ഒരു കാലത്തും അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ നിങ്ങൾ പള്ളികളിൽ നിന്ന് തടയരുത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോൾ ഞങ്ങൾ തടയും എന്ന് പറയുന്ന മനോഭാവത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതും ഈ പുണ്യഭൂമിയിൽ പോയി 1,00,000 1000 ഇരട്ടിയും ഒക്കെ പ്രതിഫലം നേടുന്ന സ്ഥലങ്ങൾ നമസ്കരിക്കാൻ അനുവദിക്കാതെ പള്ളികളിൽ അടച്ചുപൂട്ടിയിട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇത് തന്നെ മതി എന്ന് പറയുമ്പോൾ സമീന വഅതഅന എന്ന് പറയുന്ന സഹോദരിമാരെയും കണ്ടിട്ടുണ്ട്, എതിർക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാകാറുണ്ട് അവിടെ ചെന്ന് കാണുമ്പോൾ. ഇങ്ങനെ പലതും കാണാം. അപ്പൊ ഈ നിലയിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ തൗഹീദിന്റെ എല്ലാമാണ് ഹജ്ജ്. കാരണം അതിന്റെ പുരുഷൻ, അതിന്റെ മാതൃകാ പുരുഷൻ ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അതിന്റെ ഏറ്റവും അഗ്രഗണ്യനായ വ്യക്തി. അതിനുവേണ്ടി അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ വളരെ വലുതാണ്, നമുക്കറിയാം. ആ പ്രവാചകന്റെ മില്ലത്ത് പിൻപറ്റിക്കൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതിനിവിടെ പോയിട്ട് നമ്മൾ ശിർക്ക് ചെയ്യുന്ന അവസ്ഥ വന്നാൽ അവിടെ ചെന്നിട്ട് നാട്ടിലുള്ള ആൾക്കാരെ ഇങ്ങോട്ട്, ഇപ്പോൾ ഏറ്റവും വലിയ ആൾ CM മടവൂരാണല്ലോ, അവിടെ ഇരുന്നു കൊണ്ട് CM മടവൂരിനെ വിളിക്കുക, അവിടെ ഇരുന്നു കൊണ്ട് CM മടവൂരിനെ കുറിച്ച് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അത് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നത് ഒറ്റ വാചകേ ഞാൻ പറയുന്നുള്ളൂ. തൗഹീദിന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിളംബരമാണ് ഹജ്ജ്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അത് പ്രത്യേകിച്ച് നഷ്ടപ്പെടുന്ന വേറൊരു സ്ഥലമുണ്ട്. അതെവിടെയാ? മദീനയിൽ പോകുമ്പോഴാണ്. മദീന സന്ദർശന ഹജ്ജിന്റെ ഒരു കർമ്മത്തിലും പെട്ടതല്ല കേട്ടോ. ഇനി അങ്ങനൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. ഒരാൾ ഇവിടുന്ന് ഹജ്ജിന് പോയി, ഹജ്ജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മദീന സന്ദർശിക്കാതെ തിരിച്ചു വന്നു. അയാളുടെ ഹജ്ജ് പൂർത്തിയായോ? ഇല്ലേ? ഹജ്ജ് പൂർത്തിയായി, ഒരു സംശയമില്ല. പിന്നെന്താ? ഇത്രയും പണം മുടക്കിയൊക്കെ അവിടെ ചെല്ലുമ്പോൾ മദീന ഒന്ന് കാണുകയും മസ്ജിദുൻ നബവിയിൽ നമസ്കരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹമാണ് ഏതൊരു മനുഷ്യൻ്റെയും. ആ സ്ഥിതിക്ക് അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് ഒരു വേള ചെയ്ത ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവനും നഷ്ടപ്പെടുത്തുന്ന നിലയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുക, കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ അവർ കണ്ടാൽ സമ്മതിക്കൂല. അതുപോലെ തന്നെ ഖബറിന്റെ നേർക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാനും അവർ സമ്മതിക്കൂല. അവർ ഖിബിലയുടെ നേരെ തിരിച്ചു നിർത്തുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. കാണാതെ വല്ല ആൾക്കാരും അവിടെ നിന്നുകൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ച് റസൂലിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നുണ്ട് എങ്കിൽ അതുവരെ ചെയ്ത ഹജ്ജൊക്കെ അവിടെ പോയി. ഇതാണ് വിഷയം. ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഹജ്ജിൽ ഒരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യം ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. കറ കളഞ്ഞ ഹജ്ജ്, ഇതൊക്കെയാണ് പറഞ്ഞത് ഹജ്ജുൽ മബ്റൂർ എന്ന് പറഞ്ഞത്. അതാ, അല്ല വെറും വാക്കല്ലത്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നും, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു.
ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യുന്നു, സ്ത്രീ സംസർഗമുണ്ടായിട്ടില്ല, അനാവശ്യങ്ങളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല, അവൻ തിരിച്ചു വരുന്നത് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ് എന്നാ. ഇത്ര പ്രതിഫലം ഓഫർ ചെയ്യണമെങ്കിൽ, ആ ഓഫർ ചെയ്യപ്പെട്ട പ്രതിഫലം കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ ഹജ്ജിനെയും കർമ്മങ്ങളെയും ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. ആകെ ഉംറ എന്ന് പറഞ്ഞാൽ അതിന് എത്ര കർമ്മങ്ങളുണ്ട് അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിക്കും. ഉംറ എന്ന് പറഞ്ഞാൽ അതിന് 1 ഇഹ്റാം, 2 കഅബ തവാഫ്, 3 സഫയുടെയും മർവയുടെയും ഇടയിലുള്ള സഅയ്, 4 മുടിയെടുക്കൽ. ഇതോടുകൂടി ഉംറ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു തമത്തുഇൻ്റെ ഹജ്ജാണ് നമ്മളുടേതെന്ന് പറഞ്ഞു. അപ്പോൾ ഉംറ കഴിഞ്ഞു, നമ്മളവിടെ കഴിച്ചു കൂട്ടി. ദുൽഹജ്ജ് 8-ന് നാം എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് വീണ്ടും ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് പോകും. ഹജ്ജിൻ്റെ മാസങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് എണ്ണപ്പെടുന്ന മാസങ്ങളാണ്, അല്ലെങ്കിൽ നിശ്ചിതമായ മാസങ്ങളാണ്. ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, ഇത് 3 മാസമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം ഹജ്ജിൻ്റെ ദിവസങ്ങളോ യൗമു തർവിയ, യൗമു അറഫ, യൗമുൻ നഹർ, അയ്യാമു തശ്രീഖ്, 6 ദിവസമേ ഹജ്ജിൻ്റെ ദിവസങ്ങളുള്ളൂ. ഈ 6 ദിവസങ്ങളിലാണ് ഇനിയുള്ള കർമ്മങ്ങളൊക്കെ നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. ഇൻഷാ അല്ലാഹ് ആ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യന്തം പ്രസൻറ്റേഷനിലൂടെ പ്രിയങ്കരനായ അനസ് മൗലവി നിങ്ങളെ പഠിപ്പിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയത്തിന് നിവാരണവും വരുത്താം. എല്ലാം പൂർണ്ണമായും പഠിച്ചുകൊണ്ട് പോകാം. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് ചില പ്രാർത്ഥനകളുടെ ബുക്ക് കിട്ടിയില്ലെങ്കിൽ ഹജ്ജ് പൂർത്തിയാവില്ല എന്നുള്ളൊരു പേടിയാണ്. ആകെ ഹജ്ജിൽ പഠിക്കാനുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ 2-3 ഉള്ളൂ. ഇവിടെ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. തവാഫിലുള്ള ആകെ ഒരു പ്രാർത്ഥന 1 ഉള്ളൂ. എന്ത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും അത് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമുണ്ട്? ഒരാവശ്യമില്ല. അതെപ്പോഴാണ്? അത് ഹജറുൽ അസ്വദിൻ്റെയും റുക്കുനുൽ യമാനിയുടെയും ഇടയിൽ ചെല്ലുമ്പോഴാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ ഒരു ചുറ്റിന് ഇന്നത്, 2-ാം ചുറ്റിന് ഇന്നത്, 3-ാം ചുറ്റിന് ഇങ്ങനെ, ഓരോ ചുറ്റിനും ദുആ. അതിങ്ങനെ കയ്യിൽ പിടിക്കുക, ഒരാൾ പറഞ്ഞു കൊടുക്കുക, മറ്റൊരാൾ ചൊല്ലിക്കൊണ്ടിരിക്കുക, അടുത്തൂടെ നടന്നു പോകുന്ന മനുഷ്യന്മാരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ നശിപ്പിക്കുക. ഇതൊക്കെ നിങ്ങളവിടെ കാണും. ഇതിലൊന്നും ഭാഗവാക്കുകളാകാതിരിക്കുക. അത്യാവശ്യമായി പഠിക്കേണ്ട പ്രാർത്ഥനകൾ അറബിയിലുള്ളത് അങ്ങോട്ട് പഠിച്ചു വെക്കുക. പിന്നുള്ളത് സഈന് പോകുമ്പോൾ സഫയുടെ മുകളിൽ കയറി നിന്നുകൊണ്ടുള്ള ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ബഖറയിലെ 158-ാമത്തെ വചനമാണത്. ആ വചനമാണ് 1 പഠിച്ചു വെക്കേണ്ടത്. പിന്നെ അവിടെ നിന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ഈ രൂപത്തിലുള്ള ഇതിങ്ങനെ 2-3 ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ഭാഷയിൽ, അറിയാവുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ആ നിലയിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർണ്ണമായും പഠിച്ച് ഒരു പ്രയാസവുമില്ലാത്ത രൂപത്തിൽ അത്യന്തം ഹജ്ജ് ചെയ്ത് ഏറ്റവും നല്ല ഹാജമാരായി തിരിച്ചു വരാൻ സർവശക്തനായ റബ്ബ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരുമാറാകട്ടെ. പൂർണ്ണ സിഹത്തും ആഫിയത്തും നൽകി അതിലൂടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, ജംറകൾ ഉൾപ്പെടെ എല്ലാം ചെയ്യുവാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളെ അതിജയിച്ചു പോകാനുള്ള തൗഫീക്കും അല്ലാഹു പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂല് യാത്ര അയക്കുമ്പോൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക്. നസ്തൗദിഉല്ലാഹ ദീനക്കും വ അമാനതക്കും വ ഖവാതീമ അമലിക്കും വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.